വിവരാവകാശ നിയമത്തിന്റെ പരിധി അവിടെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ടോപ്പ് സീക്രട്ട് വിഭാഗത്തെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണം. കോൺഗ്രസ് നേതാവ് കെ രാമചന്ദ്രൻ മാസ്റ്റർ ഒരു ഉത്തരവ് ഇറക്കാൻ പാടില്ല, ആ ഉത്തരവ് തിരുത്തണം എന്ന് താങ്കൾ നേരത്തെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഞങ്ങൾ അത് വാർത്തയായി നൽകുന്നുമുണ്ട്. താങ്കൾ അടക്കമുള്ളവർ മന്ത്രിസഭയിൽ ഇരുന്നിട്ടുണ്ട്, രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്, രാജിവെച്ച് പുറത്തു പോയിട്ടുണ്ട്. നിലവിൽ ഇത്തരം അവസ്ഥകൾ ഒഴിവാക്കി ഒരു ഉത്തരവ് വരുമ്പോൾ ഈ ഗവൺമെന്റിൽ ആർക്കെങ്കിലുമൊക്കെ ഈ നിയമത്തെ ഭയപ്പെടേണ്ട സാഹചര്യമുണ്ടോ കെ രാമചന്ദ്രൻ മാസ്റ്റർ? അതെനിക്കറിയില്ല. പക്ഷേ ജനങ്ങളിടയിൽ ഈ സംശയം നിലനിൽക്കുന്നു. എന്തിനാണ് ഈ ഗവൺമെന്റ് ഇത്ര ഭയപ്പെടുന്നത്? അതുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെട്ട് ഉടനെ അത് റദ്ദാക്കണം. ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ നിയമത്തിന്റെ ഉത്തരവിന്റെ പരിരക്ഷ ആവശ്യമില്ല. കാരണം 2 തവണ മന്ത്രിയായ ആളാണ്, മുൻ മന്ത്രിയെ. അത് താങ്കൾ നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം കെ രാമചന്ദ്രൻ മാസ്റ്റർ, താങ്കൾ ആ മാതൃക കാണിക്കുന്നു, പല മാതൃകകളും താങ്കൾ കാണിച്ചിട്ടുണ്ട്, അത് ഏത് തരത്തിലൊന്നും ഞാൻ വിവക്ഷിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ താങ്കൾ മുൻ മന്ത്രി ആവശ്യപ്പെടുന്നു, യഥാർത്ഥത്തിൽ താങ്കളുടെ ആവശ്യത്തിന് വളരെ പ്രസക്തിയുമുണ്ട്. കാരണം എക്സ് മിനിസ്റ്റേഴ്സ്, എക്സ് MLAs അവരെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു മുൻ മന്ത്രിയെയും മുൻ MLAയും അടക്കം ടോപ്പ് സീക്രട്ട് പരിധിയിൽ കൊണ്ടുവരികയാണെങ്കിൽ ആ പരിധിയിലുള്ള താങ്കൾ പറയുന്നു എന്നെ ഒഴിവാക്കാൻ ഞാൻ എഴുതി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സർക്കാരിൽ മാതൃകാ പരിധിയിൽ മാതൃകാ നിലപാട് സ്വീകരിക്കേണ്ടവർ ആരൊക്കെ കെ രാമചന്ദ്രൻ മാസ്റ്റർ? അത് ഞാൻ വിശദമായി പറയുന്നില്ല. ഗവൺമെന്റ് ഈ ഉത്തരവ് കാരണം ഗവൺമെന്റ് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ്. എന്തോ ഭയപ്പെടാനുണ്ട് എന്നുള്ള സംശയം ജനങ്ങളിടയിൽ ഉണ്ടാകാനിടയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രി ഇടപെട്ട് ഉടനെ ഈ ഉത്തരവ് ക്യാൻസൽ ചെയ്യണം. യെസ്, താങ്കളുടെ പരിമിതി എനിക്കറിയാം, വളരെ വ്യക്തവുമാണ്. സർക്കാർ ഒന്നടങ്കം ഭയപ്പെടുന്നു എന്ന ധ്വനി അതിലുണ്ട് എന്നൊരു മാധ്യമപ്രവർത്തകനായി ഞാൻ അടിവരയിടുകയും ചെയ്യുന്നു. ശ്രീ പി രാജൻ, ഉത്തരവ് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി പരിശോധിക്കേണ്ടത് എന്തിന് ഈ ഉത്തരവ്? എനിക്ക് ആ ദിവസങ്ങൾ താങ്കളുടെ മുന്നിൽ കോട്ട് ചെയ്യേണ്ടതുണ്ട്. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഉത്തരവിറക്കുന്നു 18/1/2016. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ചീഫ് മിനിസ്റ്റർ, എക്സ് ചീഫ് മിനിസ്റ്റേഴ്സ്, MLAs, ഫോർമർ മിനിസ്റ്റേഴ്സ്, ഫോർമർ MPs, അതൊക്കെ അവിടെ നിൽക്കട്ടെ. കെ രാമചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു എനിക്ക് ആ പരിധി വേണ്ട, എക്സ് MLAയും എക്സ് മിനിസ്റ്ററും എന്നുള്ളതിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്, എനിക്കത് വേണ്ട. അടുത്ത് സർക്കാർ ഉത്തരവിറങ്ങുന്ന ദിവസം 18/1/2016 വിജിലൻസ് ഉത്തരവിറക്കുന്നു, സർക്കാർ അത് നോട്ടിഫിക്കേഷൻ ആക്കുന്നു 27 ജനുവരി 2016. ഈ അവസ്ഥകളിലെ രാഷ്ട്രീയ സ്ഥിതി, കേരളത്തിന്റെ രാഷ്ട്രീയ സ്ഥിതി എന്താണ്? എല്ലാ അഴിമതിയും കേരളം ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത്, ചർച്ച ചെയ്യപ്പെട്ടുള്ളത് താങ്കൾ അടക്കമുള്ളവർ നൽകിയ വിവരാവകാശ നിയമ പരിധിയിൽ കൊണ്ടുള്ള അപേക്ഷകൾ അനുസരിച്ചാണ്. അങ്ങനെയാണെങ്കിൽ നിലവിലെ രാഷ്ട്രീയം എന്താണ് വ്യക്തമാക്കുന്നത്? കെ രാമചന്ദ്രൻ മാസ്റ്റർ പറയുന്നു സർക്കാർ ഒന്നടങ്കം സംശയത്തിന്റെ മുനയിലാണ് എന്ന്. ശ്രീ പി രാജൻ താങ്കൾക്ക് കേൾക്കാമോ? യെസ്, അദ്ദേഹത്തിലേക്ക് എത്താം. ഡോക്ടർ PS ശ്രീകല, ആ ചോദ്യം തന്നെ ഞാൻ താങ്കളിലേക്ക് വരികയാണ്. കാരണം സെക്ഷൻ 8, അതാണ് BRM ഷഫീറിന്റെ നിലപാട്. സെക്ഷൻ 8 പ്രകാരം സർക്കാരിന് ഇത്തരത്തിൽ അവകാശമുണ്ട്, നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, സർക്കാരിന് അവകാശമുണ്ട്. അങ്ങനെയാണെങ്കിൽ വാദത്തിന് വേണ്ടിയല്ല, നമ്മൾ അതിലേക്ക് പോകണ്ട, നമ്മൾ അംഗീകരിക്കുന്നു സർക്കാരിന് അവകാശമുണ്ട്. അതിന് കോടതിയിൽ ചലഞ്ച് ചെയ്തിട്ട് കാര്യങ്ങൾ കൊണ്ടുവരട്ടെ. നിൽക്കില്ല, നിയമപ്രകാരം അത് നിൽക്കുമോ ജോമോൻ പുത്തൻപുരയ്ക്ക്? അഴിമതി കേസിൽ പ്രതിയുടെ ചർച്ച ചെയ്യേണ്ട പ്രധാന ഒരു വിഷയം, അഴിമതി നടത്തുന്നത് നമ്മുടെ ഒരു അവകാശമാണെന്നും ആ അവകാശം നമ്മളെ ആരെയും കാണിക്കില്ലെന്നും ഒരു കാര്യം കൂടെ അല്ല, ഞാൻ ചോദിക്കട്ടെ, എനിക്ക് സ്പെസിഫൈഡ് ആയിട്ട് ആ കാര്യങ്ങൾ അറിയണം, പ്രേക്ഷകർ കാണുന്നുണ്ടല്ലോ. ഈ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു, സർക്കാരിന് ഉത്തരവ് ഇറക്കാം, പക്ഷെ നിയമമുണ്ട്. ആ നിയമപ്രകാരം ഈ ഉത്തരവ് ഏതെങ്കിലും മുകൾ കോടതികളിൽ ചർച്ച ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്താൽ ഈ ഉത്തരവ് നിലനിൽക്കുമോ? അല്ല, നിലനിൽക്കില്ല. അല്ല, ഒരു പ്രധാനപ്പെട്ട ചർച്ചയുണ്ട്. കോൺഗ്രസ് വക്താവ് പറഞ്ഞു ഇത് ഇങ്ങനെ ചെയ്യാം, ഇത് മൂടി വെക്കാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പിലത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ പറഞ്ഞെന്നറിയോ, സോണിയാഗാന്ധിയുടെ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഞങ്ങൾ വിപ്ലവകരമായ 2005 വിവരാവകാശ നിയമം രാജ്യത്ത് കൊണ്ടുവന്നു, ഈ അറിയാനുള്ള അവകാശം കൊണ്ടുവന്നു, വലിയ വിപ്ലവകരമായ, മഹാത്മാഗാന്ധിക്ക് ശേഷം ഒരു വിപ്ലവകരമായ നിയമം കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങിച്ചവര് ഇപ്പൊ നാണമില്ല ഇത് പറയാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വാദഗതി ഒട്ടും നിൽക്കത്തുമില്ല. നിയമം പറയാത്തൊരു സംവിധാനത്തിൽ ഒരു ഉത്തരവ് ഇറക്കിയാൽ ആ ഉത്തരവ് ചലഞ്ച് ചെയ്യപ്പെട്ടാൽ അത് മാറും. പക്ഷേ ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ, അതിലേക്കാണ് ഞാൻ വരുന്നത്.
18/1/2016, അതായത് ഈ വർഷം ജനുവരി 27 ജനുവരി, അതായത് ജനുവരി ലാസ്റ്റ്, ഫെബ്രുവരി, ഇതിപ്പോ മാർച്ച് 1 പീപ്പിൾ ടി വി എക്സ്ക്ലൂസീവ് ആയാണ് ഈ വാർത്ത കൈകാര്യം ചെയ്യുന്നത്. താങ്കൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇങ്ങനൊരു ഉത്തരവുണ്ട് എന്ന് ജനം അറിയുന്നു. ജോമോൻ പുത്തൻപുരയ്ക്കൽ അടക്കമുള്ളവർ, താങ്കൾ അടക്കമുള്ളവർ അറിയുന്ന ഒരാൾ ഇന്ന് മുതൽ നാളെ കോടതിയിൽ പോയാൽ അത് നിൽക്കുമോ എന്നുള്ളത് കോടതിയുടെ നിയമവ്യവസ്ഥകൾ അനുസരിച്ച് വരേണ്ടതാണ്. വിവരാവകാശ കമ്മീഷനാണ്. പക്ഷെ എന്റെ ചോദ്യം, ഒരാൾ അവിടെ എത്തി അതിന്റെ ഒരു ഉത്തരവ് വരുന്നത് വരെ ഈ ഉത്തരവിന് ലൈഫുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ടൈം സ്പാനിൽ ഈ സർക്കാർ, കെ രാമചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു, ഈ സർക്കാരിന് ഭയക്കാനുണ്ട്. ഒരാൾ ചലഞ്ച് ചെയ്യപ്പെടുന്നത് വരെ ഈ ഉത്തരവിന് ലൈഫ് ഉണ്ടെങ്കിൽ ഈ ടൈം സ്പാനിൽ കെ രാമചന്ദ്രൻ മാസ്റ്റർ പറയുന്ന ഭയപ്പാടും ചേർത്ത് വെച്ചാൽ എന്താണ് കേരള രാഷ്ട്രീയം ചലിക്കുന്നത്? അതിനനുസരിച്ച് ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായോ അല്ല ഞാൻ ഇതിനെ കാണുന്നത്. വിവരാവകാശ നിയമം എന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്ന പാർലമെന്റ് പാസാക്കിയ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു നിയമത്തിന്റെ ലംഘനം എന്ന നിലയ്ക്കാണ്. ആ നിയമത്തെ ലംഘിക്കുമ്പോൾ അതിന് വേണ്ടി വാദിക്കുന്നവർ, ആ ലംഘനം ശരിയാണ് എന്ന് പറയുന്നവർ മിനിമം വസ്തുതാപരമായെങ്കിലും കാര്യങ്ങളെ കാണാൻ തയ്യാറാവണം. ഇപ്പോൾ ഇതിനകത്ത് ഈ ടോപ്പ് സീക്രട്ട് എന്ന പ്രയോഗം ആ വിജ്ഞാപനത്തിലുണ്ട്. പൊതുഭരണ വകുപ്പും ഇന്റലിജൻസ് വകുപ്പും ഇറക്കിയ വിജ്ഞാപനങ്ങളിൽ ടോപ്പ് സീക്രട്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഉദ്ധരിക്കുന്നത് ഏത് ഭാഗമാണ്? ആ ഉദ്ധരിക്കുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലെ 24 ഉപവിഭാഗം 4 അത് വ്യക്തമാണ്. അത് ഇവർക്കൊക്കെ ഒന്ന് കൊടുക്കണം. അപ്പൊ അതാണ് പറയുന്നത്. അതിനകത്ത് എന്താ പറയുന്നത്? കറപ്ഷനുമായി ബന്ധപ്പെട്ട, മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പോലും ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ 45 ദിവസത്തിനുള്ളിൽ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറുടെ അനുമതിയോടെ അത് നൽകണമെന്നാണ് പറയുന്നത്. അപ്പോൾ വസ്തുതാപരമായി ഈ പറയുന്ന കാര്യങ്ങൾ, അതിനകത്തെ വിഭാഗം 8 എന്നൊക്കെ പറയുന്നത് തെറ്റാണ്, ടോപ്പ് സീക്രട്ട്. ഇനി ടോപ്പ് സീക്രട്ട് എന്ന് പറഞ്ഞാൽ സാമാന്യ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? വിവരാവകാശ നിയമത്തിൽ ആകെ ഒരു ഒഴിവാക്കൽ പറഞ്ഞിരിക്കുന്നത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. ഈ ടോപ്പ് സീക്രട്ട് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് പ്രയോഗിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് സാമാന്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതല്ല ഇവിടെ. മാത്രമല്ല, വേറൊരു വൈചിത്ര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് എന്താണ്, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ആണ് ഈ ഉത്തരവിറക്കുന്നത്. അപ്പോൾ ഈ 24(4) വകുപ്പ് പറയുന്നത് കറപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുവിടണമെന്ന് പറയുമ്പോൾ ആന്റി കറപ്ഷൻ ബ്യൂറോ ഉത്തരവിറക്കുന്നു കറപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ടോപ്പ് സീക്രട്ട് ആണ് എന്ന്. അതിൽ വേറൊരു സവിശേഷത, അതിൽ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും MLA-മാരെയും അടക്കം അതിൽ ഉൾപ്പെടുത്തുന്നു, ഈ ഒഴിവാക്കലിൽ ഉൾപ്പെടുത്തുന്നു. ഇവർ പ്രാഥമികമായി, ഞാൻ ആവർത്തിക്കുന്നു, പൊതുപ്രവർത്തകരാണ്. പൊതുപ്രവർത്തകർ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവരാണ്. അവരെന്തിനാണ് ഇതിനെ ഭയക്കുന്നത്? ആ ഭയക്കുന്ന ചോദ്യം നിൽക്കുമ്പോൾ പ്രവീൺ പുരുഷോത്തമൻ, ഞാൻ പറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ അഴിമതിയെ സംബന്ധിച്ച് അതിലേക്ക് വരുന്നതാണ് നാം ഇപ്പോൾ ഡോക്ടർ പി എസ് ശ്രീകല ഉന്നയിക്കുന്ന ആക്ഷേപം, ആശങ്ക. ജോമോൻ പുത്തൻപുരയ്ക്കൽ, ഈ പാനലിലുള്ളവരെല്ലാം BRM-ലേക്ക് വരുന്നതിന് മുമ്പ് അങ്ങനെയുള്ള അഴിമതിയെ ഭയപ്പെടുന്ന പിൻ പോയിന്റ് ചെയ്ത് ഏതൊക്കെ മന്ത്രിമാർ, ഏതൊക്കെ MLA-മാർ അങ്ങനെ ഭയക്കേണ്ട സാഹചര്യം കെ രാമചന്ദ്രൻ മാസ്റ്റർ പറയുന്നുണ്ട് എന്ന്, അത് പുറത്തു വരാതിരിക്കാൻ ആരൊക്കെ ഭയപ്പെടുന്നു എന്ന ചോദ്യം ഞാൻ ചോദിച്ചാൽ താങ്കൾ എന്ത് മറുപടി പറയും? ഞാൻ വ്യക്തിപരമായ പേരുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ ഷഫീർ ഇവിടെ ഉയർത്തിയത് ഒരേ ഒരു വാദമാണ് ഇതിനെതിരായിട്ട്. അതെന്താണ്? അന്വേഷണത്തിലിരിക്കുന്ന കേസുകൾ, അതിൻ്റേതായിട്ടുള്ള ഡീറ്റെയിലുകൾ, കേസിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ തടയുന്നതിനുള്ള കാര്യങ്ങൾ, ഇത് വിജിലൻസ് അന്വേഷിക്കുന്നുവെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരാൻ വേണ്ടി പാടില്ല. കാരണം അത് കേസിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ തടയുന്നതാണ്. അതല്ലേ ശ്രീ ഷഫീറിൻ്റെ വാദം? അങ്ങനെയാണെങ്കിൽ ഈ കേസുകൾ ചീഫ് മിനിസ്റ്റർ, ഫോമർ ചീഫ് മിനിസ്റ്റർ, മിനിസ്റ്റേഴ്സ്, ഫോമർ മിനിസ്റ്റേഴ്സ്, MLAs, MPs, ഇത്രയും പേരുടെ പേര് മാത്രമേ ഉള്ളൂ. ഇത്രയും പേരുടെ പേര് മാത്രമേ ഉള്ളൂ. അല്ല, കേസ് അന്വേഷണത്തിന് മുന്നോട്ട് പോകുന്നതിൽ ഒരു വിഘാതം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ വിവരങ്ങൾ കൊടുക്കാത്തത് എങ്കിൽ വിജിലൻസിന്റെ കീഴിൽ അന്വേഷണം വരുന്ന എല്ലാ കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കൊടുക്കാതിരിക്കണ്ടേ? വേണ്ടേ? അപ്പൊ ഈ ഒരു ചെറിയ അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥർ മാത്രമാണ് വരുന്നത് ഇതിനകത്ത്. വിജിലൻസുമായി ബന്ധപ്പെട്ട ഇനിഷ്യേറ്റഡ് അഗെയിൻസ്റ്റ് ഓൾ ഇന്ത്യ സർവീസ് ഓഫീസേഴ്സ്, അതിന്റെ താഴോട്ടുള്ളവർ എവിടെ പറഞ്ഞിരിക്കുന്നത്? ഓൾ ഇന്ത്യ സർവീസ് ഓഫീസേഴ്സ്, അതിൽ താഴേക്കുള്ളവരുണ്ടെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരിടത്തും പറഞ്ഞിട്ട് അല്ല. ഒരു മിനിറ്റ്. അപ്പോ ഈ അധികാരത്തിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ അത് അന്വേഷണത്തിന് തടയിടാൻ കഴിയത്തുള്ളൂ. അപ്പൊ സെക്ഷൻ 8 ഇവിടെ ഇൻവോക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ സെക്ഷൻ 8 എന്ന് പറയുന്നത് എല്ലാവരുമായി ബന്ധപ്പെട്ടും ബാധകമല്ലേ? ഈ ചെറിയ വിഭാഗവുമായി ബന്ധപ്പെട്ട് മാത്രം അതെങ്ങനെ ബാധകമാകുന്നത്? ആ ചോദ്യം നിലനിൽക്കുമ്പോൾ പി രാജനിലേക്ക്, ശ്രീ പി രാജൻ, അങ്ങനെയാണെങ്കിൽ ഈ ഭയക്കേണ്ടവർ ആരൊക്കെ?
ഭയക്കേണ്ട സംഭവം പോയ കാലത്ത് ഈ മന്ത്രിസഭയിലുള്ളവർ നേരിടുന്നുണ്ടോ എന്നാണ് കെ രാമേന്ദ്രൻ മാസ്റ്റർ പറയുന്നത്. ശ്രീ പി രാജൻ. അതുണ്ടാകാം, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് സ്പെസിഫിക് ആയിട്ട് പറയാത്തടത്തോളം കാലം അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ മാത്രമല്ല, ഒരു തേർഡ് പാർട്ടി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ പാർട്ടിയോട് ചോദിച്ചിട്ടേ വിടാവൂ എന്ന് തുടങ്ങിയ മറ്റ് നിബന്ധനകൾ ഇരിക്കെ ഈ ടോപ്പ് സീക്രട്ട് എന്നൊക്കെ പറയുന്നതിന് നിയമപരമായി യാതൊരു സാധ്യതയില്ല. അറ്റ്മോസ്റ്റ് സീക്രട്ട് എന്നോ ടോപ്പ് സീക്രട്ട് എന്നോ ക്ലോസ് സീക്രട്ട് എന്നോ എന്തെഴുതിയാലും നിയമപരമായി യാതൊരു സാധ്യതയും അതിനകത്തില്ല. നേരത്തെ സംസാരിച്ച സുഹൃത്ത് ചൂണ്ടിക്കാണിച്ച പോലെ IAS-ഉം MLA-മാരും മറ്റവർക്കും മാത്രമായ ഒരു വിവേചനം വരുത്തുന്നത് തന്നെ ഈ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ചോദ്യം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതായത് ഇക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നുള്ളതിൻ്റെ ലംഘനം വരും. ഈ സാധാരണ ഉദ്യോഗസ്ഥരും ഇവരും തമ്മിൽ വേർതിരിക്കാൻ ആ നിയമത്തിൽ പാടില്ല. ക്യാബിനറ്റ് രഹസ്യങ്ങൾ പോലും അങ്ങനെ വെക്കാൻ പാടില്ലെന്ന് വിധി ഉണ്ടായിട്ടുള്ള ഒരു അവസരത്തിൽ ഇത് നിയമപ്രകാരം നിൽക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഈ ഇത് പ്രകാരം ഉത്തരവുണ്ടാക്കി ആർക്കെങ്കിലും സ്വകാര്യ ലാഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മന്ത്രിയെയും സെക്രട്ടറിയെയും അഴിമതി കുറ്റത്തിന് ആരോപിക്കാവുന്നതാണ്, കേസ് കൊടുക്കാവുന്നതുമാണ്. യെസ്, ശ്രീ പി രാജൻ വരാം. BRM ഷഫീർ, ഇതിനൊക്കെ മറുപടി താങ്കൾക്ക് സമയം തരുന്നുണ്ട്. ആന്റി കറപ്ഷൻ ബ്യൂറോയെ വിവരാവകാശ നിയമ പരിധിയിൽ നിന്ന് അതിന്റെ ടോപ്പ് സീക്രട്ട് വിഭാഗത്തെ ഒഴിവാക്കുമ്പോൾ അഡ്വക്കേറ്റ് BRM ഷഫീർ നിലനിൽക്കില്ല വാദങ്ങളൊന്നും. പി രാജൻ പറയുന്നു നിലനിൽക്കില്ല, ജോമോൻ പുത്തൻപുരയ്ക്കൽ പറയുന്നു, ഡോക്ടർ PS ശ്രീകല പറയുന്നു, അതോടൊപ്പം പ്രവീൺ പരമേശ്വർ പറയുന്നു. വെറും വാദങ്ങളല്ല, സെക്ഷൻ ഉദ്ധരിച്ചാണ് പറയുന്നത്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം താങ്കളോട് ഇതാണ്. ഈ കേസ് കോടതിയിൽ ചലഞ്ച് ചെയ്താൽ ഈ ഉത്തരവ് നിൽക്കുമോ അഡ്വക്കേറ്റ് BRM ഷഫീർ? ആദ്യം ഇങ്ങോട്ട് ഇതിനാണ് ചോദ്യം. നിൽക്കുമോ? അല്ല, എന്റെ ക്വസ്റ്റ്യൻ ഞാൻ വളരെ കൃത്യമായിട്ടാണ്. താങ്കൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? അതായത് ഡോക്ടർ PS ശ്രീകല പറയുന്നു ഈ ഉത്തരവ് സെക്ഷൻ പ്രകാരമല്ല, പി രാജൻ പറയുന്നു അല്ല, ജോമോൻ പുത്തൻപുരയ്ക്കൽ പറയുന്നു ആണല്ലോ, നിൽക്കില്ല, പ്രവീൺ പരമേശ്വരൻ നിൽക്കില്ല. അങ്ങനെ നിൽക്കില്ല എങ്കിൽ ചലഞ്ച് ചെയ്താൽ നിൽക്കും എന്ന് താങ്കൾക്ക് വിശ്വാസം? നാളെ ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നാൽ അതിന്റെ ന്യായവാദങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ അതിന്റെ റിട്ട് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചലഞ്ച് ചെയ്യപ്പെടുന്നത് വരെ സെക്ഷൻ 8-ന്റെ ഇന്റർപ്രിട്ടേഷനിൽ ഇത് വരും, ഇത് നിലനിൽക്കും. അതായത് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയി, ഹൈക്കോടതിയിലും പോയി, ഞാൻ പറയട്ടെ, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയി ചലഞ്ച് ചെയ്ത് ഉത്തരവ് വരുന്നതുവരെ ഈ നിയമം നിലനിൽക്കുന്നുണ്ടെങ്കിലാണ് കെ രാമേന്ദ്രൻ മിനിസ്റ്റർ പറയുന്നത്. ഞാൻ ബാക്കി അങ്ങോട്ട് പറയാം. ഈ സർക്കാരിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ ഉൾപ്പെടുന്ന കേസുകളിലുള്ള മന്ത്രിമാർ ആരൊക്കെ, MLA-മാർ ആരൊക്കെ? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആരോപണത്തിന്റെ പരിധിയിലാണ്. രമേശ് ചെന്നിത്തല, ഞാൻ പറയാം മാധ്യമപ്രവർത്തകർ ഞാൻ ആഡ് ചെയ്യാം, ആരോപണങ്ങൾ തന്നെയാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ആരോപണങ്ങൾ. അതായത് വിവരാവകാശ നിയമപ്രകാരം ഒരാൾ ഈ സ്റ്റേജ് അതിന് ഉണ്ട്. PK രാജു, അദ്ദേഹത്തിന്റെ പേര് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നു. അദ്ദേഹം കൊടുത്ത അപേക്ഷ കൃത്യം പറയാം, 17/11/2015 ശ്രീ K ബാബുവിനെതിരെയും ഡോക്ടർ ബിജു രമേശും നൽകിയ പരാതിയിന്മേൽ നാളിതുവരെ എന്ത് നടപടി സ്വീകരിച്ചു? KM മാണിക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു? മുഖ്യമന്ത്രിക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു? രമേശ് ചെന്നിത്തല, ആര്യാടൻ മുഹമ്മദ്, പേരുകള, ഈ തമ്പാനൂർ രവി, ജിക്കുമോൻ ജേക്കബ്, ഈ പരാതികളിലൊക്കെ എന്ത് സ്വീകരിച്ചു എന്ന് വിവരാവകാശ പ്രകാരം ഒരാൾ നൽകിയ അപേക്ഷയിൽ ഇനി മുതൽ വിവരങ്ങൾ പുറത്തു വരുന്നില്ല. അഡ്വക്കേറ്റ് BRM ഷഫീർ, അവിടെയാണ് അപകടം. ഇനി ഞാൻ പേര് പറയാം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, ആര്യാടൻ മുഹമ്മദ്, ഇനി ആരുടെ? VS ശിവകുമാർ ആഡ് ചെയ്യാനുണ്ടോ? അനൂപ് ജേക്കബ്, CN ബാലകൃഷ്ണൻ, K ബാബു, 7 മന്ത്രിമാർ, ഈ UDF-ലെ ഏറ്റവും മുതിർന്ന മന്ത്രിമാർ, MLA-മാർ ആരൊക്കെ? ഇതിനെ ചലിപ്പിക്കുന്നവർ തമ്പാനൂർ രവി, ബെന്നി ബെഹനാൻ, 10 പേർ, ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്ന 10 പേർ അഴിമതി ആരോപണങ്ങളുടെ നിലവിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിൽ വരുന്ന അപേക്ഷകളുടെ വിവരങ്ങൾ പുറത്തു വരരുത്. അതായത് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ പോയി ഇതിനൊരു ഫൈനൽ ക്ലിയറിംഗ് വരുന്നത് വരെ ഈ കാലഘട്ടങ്ങളിലൊന്നും അഴിമതിയെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരരുത്. അതാണ് പ്രവീൺ പരമേശ്വരൻ ചൂണ്ടിക്കാണിക്കുന്നത്. അഴിമതിയുടെ ബാലപാഠങ്ങൾ രക്ഷപ്പെടുന്നതിൽ പഠിക്കണം ഉമ്മൻചാണ്ടി. KPCC വക്താവ് ഇത് വഴിതെറ്റിച്ചു വിടുന്നു. ഇതിനകത്ത് പ്രധാന വിഷയം വഴിതെറ്റിക്കുന്ന കാര്യം ഒന്നും പറയട്ടെ. ഇവിടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ചോദിച്ചാൽ ആ വിവരം 30 ദിവസത്തിനുള്ളിൽ മറുപടി കൊടുക്കണം. മറുപടി കൊടുക്കുമ്പോൾ അതിനകത്ത് പെശകുണ്ടെങ്കിൽ അപ്പീൽ കൊടുക്കണം 45 ദിവസം. അത് കഴിഞ്ഞിട്ട് ഈ KPCC വക്താവ് പറയുന്ന പോലെ ഹൈക്കോടതിയിലോട്ട് പോകാനോ സുപ്രീം കോടതിയിൽ പോകാനോ പറ്റത്തില്ല. നേരെ തിരിച്ച് കമ്മീഷനിൽ പോകണം. അവിടെയാണ് പ്രശ്നം. വിവരാവകാശ കമ്മീഷനിൽ, ഈ കേരള സംസ്ഥാനത്തെ വിവരാവകാശ കമ്മീഷനിൽ ഒരു അപ്പീൽ കൊടുത്താൽ
5 വർഷം 3 വർഷം yes. അത് കഴിയുമ്പോൾ വാദിയും പ്രതിയും മരിച്ചു കഴിഞ്ഞ കേസ് എടുക്കും. അതാണ് സ്ഥിതി. നിങ്ങൾക്ക് 5 വർഷവും അത് അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ. വേണ്ട. അല്ല, ഞാൻ അല്ല, ആഡ് ചെയ്യാണ്. അതിന് നിങ്ങൾക്ക് വേണ്ടത് 2018 കേരള ജനത അറിയേണ്ട ഒരു കാര്യം, ബാർക്കോഴ കേസിൽ അപ്പീൽ കൊടുത്തപ്പോൾ ഹൈക്കോടതിയിൽ ഹാജരായ സുപ്രീം കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ് കപിൽ സിബൽ, മുൻ കോൺഗ്രസിന്റെ കേന്ദ്രമന്ത്രി, ആ കപിൽ സിബൽ ഹാജരായ എത്ര ലക്ഷം രൂപ ഫീസ് കൊടുത്തു ഞാൻ ചോദിച്ചു. കപിൽ സിബൽ അല്ല അല്ല പറയട്ടെ, yes, നിങ്ങൾ പറഞ്ഞ ഞാൻ ഇടപെടുന്നു. അല്ല അങ്ങനെ വരുമ്പോൾ പറയട്ടെ അങ്ങനെ വരുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരവില്ല. അപ്പീൽ കൊടുത്തു. പറയട്ടെ, ഞാൻ അപ്പീൽ അല്ല ഒരു ഉദാഹരണം പറഞ്ഞു. ഫെബ്രുവരി ഈ വർഷം ഫെബ്രുവരി 10 കൊടുത്തു, 45 ദിവസം എടുത്തു, എന്നിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ അപ്പൊ അങ്ങനെ വരുമ്പോ ഇലക്ഷൻ കഴിഞ്ഞ് വാദിയും പ്രതിയും കഴിഞ്ഞ് പിന്നെ അല്ല അത് കഴിഞ്ഞിട്ട് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ വിജയ് മല്യ എന്ന് പറയുന്ന ഒരാൾക്ക് നിയമപരമായി ഇവിടുന്ന് പോകാൻ അനുവാദം ഉണ്ടല്ലോ, നിയമപരമായി അദ്ദേഹത്തിന് ആരും തടഞ്ഞിട്ടില്ലല്ലോ, നിയമപരമായി അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് ഉണ്ടല്ലോ. അപ്പൊ നിയമപരമായ എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ ചെയ്യുന്നതെല്ലാം എത്തിക്കലി ഒരു തെറ്റുമില്ലെങ്കിൽ വിജയ് മല്യ പോയതിനെ പിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പോയതിന് ഇവരെന്തിനാ ഇത്ര എതിർക്കുന്നത്? അത്തരത്തിൽ ചോദ്യങ്ങളുണ്ട്. ഡോക്ടർ പി എസ് ശ്രീകല, ഞാൻ സ്പെസിഫൈഡ് ആയിട്ടാണ് ഇതുവരെ ഈ കാര്യങ്ങൾ വരുമ്പോൾ അദ്ദേഹം വാദിക്കുന്നതുമാണ് പോകുന്നത് വരെ ഇത് നിൽക്കും, പോകുന്നത് വരെ നിൽക്കലാണ് ഇവരുടെ ആവശ്യം എന്ന് വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിന്? അത് വളരെ വ്യക്തമാണല്ലോ, അതിനൊരു മറുപടിയുടെ ആവശ്യമാണ്. താങ്കളെ പോലെയുള്ളവരുടെ മറുപടി അവിടെ വേണം. നേരത്തെ പ്രവീൺ ഉൾപ്പെടെ വളരെ വ്യക്തമാക്കിയതാണ് ഇത് എന്താണ് ഇതിന് പിന്നിലെ ഉദ്ദേശ്യമെന്ന്. ഞാൻ അതിന്റെ എന്താ പറയുന്നത്, ജനാധിപത്യത്തെയും നിയമത്തെയും ദുരുപയോഗിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതെന്തിന് എന്നുള്ളത് വളരെ സുവ്യക്തമാണ്, ആ ഉത്തരവിൽ തന്നെ വ്യക്തമാണ്. ആ നിയമത്തിൽ പറയുന്നുണ്ട് ഇത് ഇത്തരത്തിലുള്ള വിജ്ഞാപനങ്ങൾ, ആ പറയുന്ന വകുപ്പ് അനുസരിച്ചൊക്കെ തന്നെ ഇത്തരം വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ അതിനു മുമ്പ് അത് നിയമസഭയ്ക്ക് മുന്നിൽ വെക്കണം, വെച്ചിട്ടേ ഉത്തരവിറക്കാവൂ. എന്ത് തെറ്റിദ്ധാരണ? നിങ്ങൾ എന്താ വിവരാവകാശ നിയമത്തെ കുറിച്ച് പറയൂ. ഒരൊറ്റ ചോദ്യത്തിന് എനിക്കറിയില്ല, എന്റെ ഒരു സംശയമാണ് കേട്ടോ. എന്നേക്കാൾ കൂടുതൽ രാഷ്ട്രീയ പരിചയമുള്ള ശ്രീ ഷഫീർ എനിക്കൊരു മറുപടി തന്നാൽ വളരെ സന്തോഷം. അതായത് നോക്കൂ, സെക്ഷൻ 8 കീഴിലാണ് ഈ പ്രശ്നം വരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? കേസ് മുന്നോട്ട് പോകുന്നതിന് തടയിടാൻ വേണ്ടി പാടില്ല. ഇത് മാത്രമാണല്ലോ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന വാദം. അങ്ങനെയാണെങ്കിൽ വിജിലൻസിന്റെ കീഴിൽ വരുന്ന അന്വേഷണം നടത്തുന്ന എല്ലാ കേസുകളും ഇത് ബാധകമാകണ്ടേ? IAS ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും MLA-മാർക്കും MP-മാർക്കും മാത്രമേ അതുകൊണ്ടാണ് ടോപ്പ് സീക്രട്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താ അതിനർത്ഥം? അപ്പോ കേസ് മുന്നോട്ട് പോകുന്നതിന് തടയിടുന്ന അല്ല പ്രശ്നം, മറിച്ച് ടോപ്പ് സീക്രട്ട് എന്ന് പറയുന്ന ഈ ടോപ്പ് ക്ലാസ് ആൾക്കാരുടെ വിവരങ്ങൾ പുറത്തു വരുന്നതിൽ മാത്രമേ ഇവർക്ക് പ്രശ്നമുള്ളൂ. സാധാരണക്കാരന്റെ കേസ് മുന്നോട്ട് പോകുന്നതിന് വിഷയങ്ങൾ പുറത്തു വരുന്നത് പ്രശ്നമില്ല. ഞാൻ ചോദിക്കട്ടെ, സഹകരണ ബാങ്കുകളെ 2013 സഹകരണ ബാങ്കുകളെ പോലും ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഏറ്റവും അടിസ്ഥാനപരമായ ബാങ്കിനെ പോലും. ഇത്തരത്തിൽ ബഹളം ഉണ്ടാക്കിയാൽ ചർച്ചയിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ പറയുന്നത് ഈ സെക്ഷൻ 8 എന്ന് പറയുന്നത് ഈ പറയുന്ന 3 ഉത്തരവിലും ഉദ്ധരിച്ചിട്ടേ ഇല്ല. അതിൽ ഉദ്ധരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സെക്ഷൻ 24 ഉപവകുപ്പ് 4 അത് ഉദ്ധരിച്ചിരിക്കുന്നു. ആ ഉദ്ധരിച്ചിരിക്കുന്ന വകുപ്പിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കും. സെക്ഷൻ 8 കുറിച്ച് ഞാൻ പറഞ്ഞോട്ടെ, ബന്ധപ്പെട്ട കേസുകൾ വന്നാൽ ആ കേസുകളുടെ അന്വേഷണത്തെ ബാധിക്കാത്ത തരത്തിൽ, അല്ലെങ്കിൽ അന്വേഷണത്തെയും അറസ്റ്റിനെയും അതിന്റെ തുടർ നടപടികളെയും ബാധിക്കാത്ത തരത്തിൽ ഞാൻ പറയുന്നത് പ്രതിഭ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നെ പോലെ നിയമം അറിയാത്തവർ ഇന്ത്യയിലെ പൗരരാണ്. അപ്പൊ അവർക്കിത് വ്യക്തമാണെങ്കിൽ ഈ പറയുന്ന ഉത്തരവ് ഒന്ന് ഇതിനകത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതിനകത്ത് 24(4) പറഞ്ഞിരിക്കുന്നത്, ഈ പറയുന്ന സെക്ഷൻ 8 എവിടെയാ പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞിട്ടേ ഇല്ല. ഗവൺമെന്റ് ഓർഡറിൽ കൃത്യമാണ് ഇൻ എക്സസൈസ് ഓഫ് പവേഴ്സ്
conferred under subsection 4 of section 24 of Right of അത് Information Act exercising power മാത്രമാണ്. 2005. അത് The exercising government power of Kerala ഈ ഉത്തരവ് 21 ജനുവരി 2014 സർക്കാർ ഇരുപത്തിനാല് എന്ന് ഇറക്കിയതാണ്. പറയുന്നത് ആ exercising ഉത്തരവിന്റെ power ഉം, കാതലായ ആ കാര്യങ്ങളാണ് എട്ടെന്ന് ചോദ്യം പറയുന്നത് ചെയ്യുന്നത്. exceptional power-മാണ്. അത് എന്ത് നിയമം അറിയുന്നവർക്ക് exception? അറിയാം. exception? ഏതെങ്കിലും ആ വകുപ്പ് exception പറഞ്ഞാൽ ഒക്കെയാണ് exception ന്റെ ആ കാര്യം exception പറഞ്ഞത് ഒക്കെയാണ് ഈ ചർച്ചയുടെ അടിസ്ഥാനം. അതിന്റെ പ്രതിനിധി ഒറ്റ ആ കാര്യമേ exception ഉള്ളൂ. ആണ് ഈ ചർച്ചയുടെ അടിസ്ഥാനം. നിയമപരമായ Yes, നിയമത്തിൽ അതാണ് പ്രവീൺ പരമേശ്വരും PS ശ്രീകലയും ജോമൻ പുത്തമ്പുരക്കലും ചോദിക്കുന്നത്. എക്സെപ്ഷൻസ് താങ്കൾ പറയുന്നത് ഉമ്മൻചാണ്ടിക്കും ഞാൻ ഈ നേരത്തെ പറഞ്ഞ പേരുകൾ അഴിമതി കേസുകൾ വിജിലൻസിന് മുന്നിൽ എത്ര കേസുകൾ ആ കേസുകളുടെ വിവരങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പരിധിയിലേക്ക് നിങ്ങൾക്ക് വരേണ്ട കാര്യമില്ല. അതാണ് 18/1/2016 മറുപടി പറയാൻ പറ്റുമോ? 9/6 ഇടയിലുള്ള ഈ നാടകം. വിജിലൻസ്, ഒന്ന് ക്രൈം റെക്കോർഡ് ബ്യൂറോ, ഒന്ന് ആക്സിഡന്റുമായി ബന്ധപ്പെട്ട കേസുകൾ, ഒന്ന് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട അതൊന്നും കേസുകൾ, സഹകരണ ഇതെല്ലാം ബാങ്കിന്റെ എക്സെപ്ഷനിൽ കാര്യം വരുത്തിയിട്ടുണ്ട്. ഇത് അല്ല, മാത്രമല്ല ഏതെങ്കിലും ഒരു സുപ്രീം കോടതി വിധി വന്നാൽ ഈ ഉത്തരവല്ല. പിന്നെ നിരവധി വർഷങ്ങളായി നിരവധി വർഷങ്ങൾ ജോമൻ പുത്തമ്പുരക്കൽ താങ്കൾക്ക് ചർച്ച വൈൻഡപ്പ് ചെയ്യാം. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം മറ്റു കാര്യങ്ങളിലൊന്നും വേണ്ട, ചർച്ചകളൊന്നും മറ്റു കാര്യങ്ങളല്ല, ചരിത്രവുമല്ല. ഈ നിയമം അനുസരിച്ച് ഈ സർക്കാർ കാര്യങ്ങൾ ഒത്തുകളിക്കുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ താങ്കളെ പോലെയുള്ളവർക്ക് സാധിക്കും? വിജിലൻസ് ഡയറക്ടറുടെ അഭ്യർത്ഥന പ്രകാരം സർക്കാർ ഇറക്കിക്കുന്ന ഈ വിജിലൻസ് കേസുകൾ ഇത് ഒഴിവാക്കിക്കൊണ്ട് ഈ വിവരാവകാശത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഇറക്കിയ ഈ ഉത്തരവിന് കടലാസിന് വില പോലുമില്ല, നിയമപരമായി ഒരു നിലനിൽപ്പില്ല. ഇത് ഗവർണറുടെ ഉത്തരവാണ്. അതിൽ നിന്നും ഗവർണറുടെ ഉത്തരവാണ്. ഇതിന്റെ അഴിമതി കേസുകൾ ഇതിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ല. കൃത്യമായി ഇതിലും ആ സെക്ഷൻ പറയുന്നു. സെക്ഷൻ 24 ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഡു നോട്ട് അക്സെപ്റ്റ് ദീസ് ഓർഗനൈസേഷൻസ്. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ഏത് നിയമത്തിന്റെ പേരിലായാലും ഏത് ചട്ടത്തിന്റെ പേരിലായാലും ഈ പറഞ്ഞിരിക്കുന്ന ഒരു തീരുമാനം പുറത്തോട്ട് വന്നത് ഈ പറയുന്ന മന്ത്രിസഭയെയും അതിന് കീഴിലുള്ള ആൾക്കാരുടെയും വിവരങ്ങൾ പുറത്തേക്ക് എത്താതിരിക്കാൻ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഭൂരിപക്ഷം ജനവും വിശ്വസിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. യെസ്, അങ്ങനെയാണെങ്കിൽ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അട്ടിമറിക്കപ്പെടുക, വിവരാവകാശ നിയമത്തെ തന്നെ അട്ടിമറിക്കപ്പെടുക, ആ സംവിധാനത്തിലേക്ക് പോകുമ്പോൾ അഴിമതിയുടെ പരിധിയിൽ വരുമ്പോൾ അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന, അന്വേഷണം നേരിടുന്ന മന്ത്രിമാരുടെയും MLA-മാരുടെയും കണക്കുകൾ പൊതുജനം അറിയേണ്ടതില്ലേ? അറിയുക തന്നെ ചെയ്യും. ആ ചോദ്യങ്ങൾ വലിയ വിശാലമായും ശക്തമായും ഉയരും. അതാണ് വിവരാവകാശ നിയമത്തിന്റെ ശക്തി എന്ന് വിശ്വസിക്കാം. ഒരിടവേളയാണ്. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.